നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായി തിളച്ച് വരുന്നുണ്ട്. ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ആയുഷ് അർജുൻ. സോ ഇന്നത്തെ നമ്മുടെ ചാനലിൽ ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്. ദാറ്റ്സ് മൈ അമ്മക്കുട്ടി. അപ്പൊ ഇന്ന് അമ്മയുടെ കൂടെ ഉള്ള ഒരു അതെ ഒരു കുക്കിംഗ് വ്ളോഗാണ് ചെയ്യണത്. യെസ്, എന്നേക്കാൾ നന്നായിട്ട് വ്ളോഗ് ചെയ്യും കേട്ടോ അമ്മ. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് ട്വിന്നിങ്ങിലാണ് വന്നിട്ടുള്ളത്. അമ്മേനെ മുന്നത്തെ വീഡിയോസിൽ നിങ്ങൾ ആരെങ്കിലും വിജയലക്ഷ്മി വ്ളോഗിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇനി കാണാത്തവർക്കായിട്ട് എൻ്റെ അമ്മയുടെ പേര് കൃഷ്ണ എന്നാണ്. സോ ഇരിങ്ങാലക്കുട, തൃശ്ശൂർ ഇരിങ്ങാലക്കുടയാണ് എൻ്റെ വീട്. അപ്പം ഞാൻ വീട്ടിലോട്ട് വരുന്ന സമയത്ത്, കൊച്ചിയിൽ നിന്ന് വീട്ടിലോട്ട് സൺഡേസ് വീക്കെൻഡൊക്കെ വരുന്ന സമയത്ത് ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാറുണ്ട്. അമ്മ ഉണ്ടാക്കി തരാറുണ്ട്. അപ്പം ഇന്ന് അമ്മയുടെ എന്താണ് റെസിപ്പി സ്പെഷ്യൽ? മട്ടൺ വിത്ത് നേന്ത്രക്കായ. മട്ടൻ വിത്ത് നേന്ത്രക്കായ, മട്ടൻ കായ കറി അല്ലേ? ഓക്കെ, നമുക്ക് അങ്ങനെ പറയാം, മട്ടൻ കായ കറി. അപ്പൊ ഈ ഒരു കറി എന്തിനാ അമ്മ ഇന്ന് മട്ടൻ എന്തിനാ വെച്ചത്? നമ്മള് മട്ടൻ വെച്ചത് എന്റെ മോളും മരുമോനും വന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഇഷ്ടപ്പെട്ട പ്രിയപ്പെട്ടവർ വരുമ്പോ അവർക്ക് ഇഷ്ടപ്പെട്ട വിഭവം ഉണ്ടാക്കി കൊടുക്കണ്ടേ? ആക്ച്വലി കാര്യം എന്താന്ന് വെച്ചാൽ ഞാൻ കുറെ നാളെ അമ്മോട് പറയണം, അമ്മ എനിക്ക് അമ്മയുടെ മട്ടൻ കറി കഴിക്കാൻ തോന്നുന്നു. മട്ടനല്ല ഇവള് കഴിക്കുക കായാണ്. മട്ടനും കായ ഇട്ട് വെക്കുമ്പോ മട്ടൻ അവള് മാറ്റി വെച്ചിട്ട് കായ എടുത്ത് കഴിക്കൂല. കുട്ടിയിലേ അങ്ങനെ. കായ എന്ന് പറഞ്ഞാൽ നമ്മള് നേന്ത്രക്കായാണ് അമ്മ ഉദ്ദേശിക്കണേ കേട്ടോ. നമ്മുടെ നേന്ത്രക്കായ അങ്ങനെ തന്നെ എല്ലാവരും പറയാ. ബനാന, റോ ബനാന, നേന്ത്രക്കായ, പച്ച നേന്ത്രക്കായയും കൂടി മുറിച്ചിട്ടിട്ടുള്ള മട്ടൻ കറിയാണിത്. നോർമൽ കറി ആയിട്ട് തന്നെ നമ്മൾ വെക്കുന്ന ഗ്രേവി. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് എത്രയാണ് എടുത്തിട്ടുള്ളത് ക്വാണ്ടിറ്റി? 1.5 കിലോ മട്ടന് 1 കിലോ നേന്ത്രക്കായ. ഓക്കെ, അപ്പൊ 1.5 കിലോ മട്ടന് 1 കിലോ നേന്ത്രക്കായ നമ്മൾ എടുക്കണേ. നേന്ത്രക്കായ മുഴുവൻ ഞാൻ തന്നെ കൂടുതൽ പെറുക്കി തിന്നാം. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മട്ടൻ കറിയിലെ കായ പൊതുവെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അമ്മ വെക്കുന്ന ആ ഒരു മട്ടൻ കറി ചെറുപ്പം തൊട്ടേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതേ സ്റ്റൈലിൽ അമ്മ ഇപ്പോഴും വെക്കുന്നത്. അപ്പൊ അർജുവേട്ടനും ഇഷ്ടമാണ് മട്ടൻ, അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇന്ന് മട്ടൻ ആക്കാന്ന് വെച്ചത്. അപ്പൊ അമ്മ വെക്കുന്ന സ്റ്റൈൽ എന്താന്നുള്ളതായിരിക്കും നമ്മൾ ഇന്നത്തെ വീഡിയോ. അമ്മ ഫസ്റ്റ് ടൈമാണ് വീഡിയോയിലൊക്കെ വരുന്നത്. അപ്പൊ അമ്മയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ കൂടുതൽ ലൈക്കും, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ്, അങ്ങനെയാണെങ്കിൽ അമ്മ കൂടുതൽ അങ്ങനെ അമ്മ കൂടുതൽ റെസിപ്പീസ് ചെയ്യാന്നാ പറയണത്. ഓക്കെ, അപ്പൊ നമുക്ക് കിടക്കാം. നമ്മളിന്ന് ട്വിന്നിങ് ആണ്. എങ്ങനെയുണ്ട് നമ്മളെ ചുരിദാർ? എനിക്ക് വണ്ണം വെച്ചോണ്ട് ടൈറ്റായി, അമ്മയ്ക്ക് കറക്റ്റാണ്. സോ യെസ്, നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള 1.5 കിലോ മട്ടൺ ഉണ്ട് അതിൽ. ഓക്കെ, 1.5 കിലോ ആണ് നമ്മൾ എടുത്തിട്ടുള്ള ക്വാണ്ടിറ്റി. നമ്മൾ സാധാരണ 1 kg എടുക്കാറ്, 1 കിലോ ആണ് വാങ്ങിക്കാറ്. ഇന്നിപ്പോൾ നമ്മൾ ഒരു 5 പേരുണ്ട് കഴിക്കാൻ. അപ്പം നമ്മൾ 1.5 കിലോ ആണ് എടുത്തിട്ടുള്ളത്. കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള 1.5 കിലോ മട്ടനാണ് നമ്മളിന്ന് നേന്ത്രക്കായ ഇട്ടിട്ട് കറി വെക്കാൻ പോവുകയാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇതില് ഉപ്പൊന്നും ഇട്ടിട്ടില്ല അല്ലെ? ഒന്നും ഇട്ടിട്ടില്ല. ഇപ്പൊ വെറുതെ കഴുകി വൃത്തിയാക്കി 1.5 കിലോ മട്ടൻ നമ്മൾ കുക്കറിലിട്ട് സൗല് വെച്ചിട്ടുണ്ട്. 4 തൊട്ട് 5 വിസിൽ വരെ വെക്കണം. ഓക്കെ, അപ്പൊ 5 വിസിലാവുമ്പോ നമ്മൾ ഓഫ് ചെയ്യും. നമ്മളിതിൽ വേറെ ഒന്നും ഇട്ടിട്ടില്ല, ജസ്റ്റ് കഴുകി മഞ്ഞപ്പൊടിയും വിനീഗറും ഇട്ടിട്ട് വൃത്തിയാക്കി കഴുകിയ മട്ടനാണ്. അപ്പൊ നമ്മൾ മസാലയും അതുപോലെ ഉപ്പൊന്നും ഇട്ടിട്ടില്ല. ജസ്റ്റ് നമ്മളത് 5 വിസിൽ വരണ വരെ 4 5 വിസിൽ. അതായത് ഫസ്റ്റ് വിസിൽ ഫുൾ സിമ്മിൽ വെച്ചിട്ട്, പിന്നെ മീഡിയം ടു ലോ സിമ്മില് ഒരു സിമ്മില് 3 4 വിസിൽ വെക്കണം. ഓക്കെ, അപ്പൊ വിസിൽ വന്നതിന് ശേഷം കാണിക്കാം. മട്ടൺ നേന്ത്രക്കായക്കുള്ള മസാല എടുക്കുകയാണ്. ആദ്യം മല്ലിപ്പൊടി അല്ലേ? 6 സ്പൂൺ മല്ലിപ്പൊടി. ഓക്കെ, 6 സ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. ഒരു 5 ടേബിൾ സ്പൂൺ മുളക് പൊടി. 5 സ്പൂൺ മുളക് പൊടി. അപ്പൊ ഇതില് കശ്മീരി ഒന്നും യൂസ് ചെയ്യുന്നില്ല, നോർമൽ മുളക് പൊടി അല്ലേ? നോർമൽ മുളക് പൊടിയാണ്, കശ്മീരിന്ന് ഉപയോഗിക്കുന്നില്ല. മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി. അപ്പൊ ഈ പൊടികളെല്ലാം കൂടി അമ്മ വറക്കാണ് ചെയ്യുന്നത്. പിന്നെ മട്ടൺ അതിന് കാരണം നമ്മൾ കുറച്ച് കുരുമുളക് പൊടി കൂടുതൽ ഉപയോഗിക്കുന്നുണ്ട്. മട്ടണില് ചിക്കൻ പോലെയല്ല, കുരുമുളക് പൊടി കുറച്ച് കൂടുതൽ ഉപയോഗിക്കണം. അപ്പൊ അതാണ് മട്ടൺ നല്ല സ്വാദ് കൊടുക്കുന്നത്. അതെ, മട്ടണിലും ബീഫിലൊക്കെ കുരുമുളക് കൂടുതലാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് ഒരു 3 സ്പൂൺ 5 6 സ്പൂൺ. കറി മസാല ഒരു 3 ചെറിയ സ്പൂൺ. പിന്നെ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് നോക്കിയ ശേഷം വീണ്ടും ഇടാം. നമ്മളിവിടെ ഒരു 6 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഒരു 5-6 ടേബിൾ സ്പൂൺ മുളക് പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി 1 ടേബിൾ സ്പൂൺ,
കുരുമുളക് പൊടി ഒരു ചെറിയ സ്പൂൺ ആണെങ്കിൽ ഒരു 5-6 സ്പൂൺ അമ്മട്ട്, വലിയ സ്പൂൺ ആണെങ്കിൽ 3 ടേബിൾ സ്പൂൺ കുരുമുളക് കുറച്ച് കൂടുതൽ വേണം. മട്ടൻ കറി യെസ്. പിന്നെ നമ്മൾ ലാസ്റ്റ് ഗരം മസാല എത്ര ഇട്ടത്? ഗരം മസാല ഒരു 3 ചെറിയ സ്പൂൺ. ആവശ്യം ഉണ്ടെങ്കിൽ പിന്നീട് നമുക്ക് നോക്കിയിട്ട് ഇടാം. ഓക്കെ. അപ്പൊ ഇത് എല്ലാ പൊടികളും കൂടിയിട്ട് ഇങ്ങനെ വറക്കണം അല്ലേ? എത്ര നേരം ചെയ്യണം? സാധാരണ നമ്മൾ മസാല ആവണ പോലെ ചെറിയ സിമ്മിലിട്ടിട്ട് വറക്കണം. അതിന് ശേഷം ചൂടാറിയ ശേഷം ഇത് മിക്സിയിൽ നന്നായിട്ട് മഷി പോലെ എന്ന് പറയും, അതുപോലെ നന്നായിട്ട് അരച്ചെടുക്കണം. ഓക്കെ. അപ്പൊ നമ്മൾ ഇതുപോലെ ഇങ്ങനെ റോസ്റ്റ് ചെയ്യേണ്ടത്, ഈ പൊടികളൊക്കെ റോസ്റ്റ് ചെയ്യണത്, ഇതിനൊരു നല്ലൊരു സ്മെല്ല് വരും. കറക്റ്റ് അല്ലേ? അതെ അതെ, നല്ലൊരു സ്മെല്ല് വരും. ആ സ്മെല്ല് വരുന്നത് വരെ നമ്മളിങ്ങനെ റോസ്റ്റ് ചെയ്യുക. പിന്നെ ലോ സിമ്മിലായിരിക്കണം എപ്പോഴും സ്റ്റൗ, അത് ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ പൊടികളെല്ലാം കരിഞ്ഞു പോകും. അപ്പോൾ പിന്നെ കറിയിൽ ആ ടേസ്റ്റാണ് വരിക. അപ്പോൾ ലോ സിമ്മിൽ ഇട്ടിട്ട് നന്നായിട്ട് റോസ്റ്റ് ചെയ്തിട്ട് ചൂടാറാനായിട്ട് വെക്കുക. ചൂടാറിയതിന് ശേഷം നമ്മൾ നല്ല ഫൈൻ പേസ്റ്റായിട്ട് മിക്സിയിൽ അരച്ചെടുക്കണം. കറക്റ്റ് അല്ലേ അമ്മ? നമ്മൾ മിക്സിയിൽ അടിച്ചെടുക്കാൻ പോവാണ്. വെള്ളം ചേർത്തിട്ട് അരക്കണം അല്ലേ? മിക്സിയിൽ നന്നായി ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിന് ശേഷം പിന്നെ അതിനനുസരിച്ച് കുറേശ്ശെ അരക്കണതിനനുസരിച്ച് നമ്മൾ വെള്ളം ചേർത്ത് നന്നായി ഫൈൻ പേസ്റ്റ് ആവണം. മഷി പോലെ എന്ന് പറയും. മഷി പോലെ നന്നായിട്ട് അരച്ചെടുക്കണം. ഓക്കെ. അപ്പൊ മഷി പോലെ ഫൈൻ പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കണം എന്നുള്ളതാണ് അമ്മ പറഞ്ഞിട്ടുള്ളത്. വേവിച്ച മട്ടൻ നമ്മൾ പാകം ചെയ്യാനായിട്ട് കറി വെക്കാനായിട്ട് നമ്മൾ പാത്രത്തിലേക്ക് പകർത്തുകയാണ്. ഓക്കെ. അപ്പം അമ്മ മട്ടനെല്ലാം പാത്രത്തിലോട്ട് പകർത്തി. നമ്മളൊരു 4 വിസിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. നല്ല സ്മെല്ല് വരുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മട്ടൻ്റെ ഈ ഒരു സ്മെല്ല്. നന്നായിട്ട് മട്ടൻ പാകത്തിന് മട്ടൻ വെന്തിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് നന്നായി ഫൈൻ പേസ്റ്റായിട്ട് അരച്ച മസാല ഇട്ട് കൊടുക്കണം. അതെ, നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് നമ്മൾ അരച്ച പേസ്റ്റാണത്. അരച്ച പേസ്റ്റ് നമ്മൾ ഈ ഒരു മട്ടനിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ആ പേസ്റ്റ് ഒന്നും വേസ്റ്റ് ചെയ്യണ്ട, അതിൽ തന്നെ വെള്ളം ഒഴിച്ചിട്ട് ഇതിലൊഴിക്കുക അല്ലേ? ആ വെള്ളം. അതെ അതെ. മീൻവൈൽ നമ്മുടെ ചിക്കൻ ഫ്രൈ ഇവിടെ ആയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല തട്ട് കട സ്റ്റൈല് ചിക്കൻ ഫ്രൈ ആണ് അമ്മ ചെയ്തേക്കുന്നത്. നല്ല മാരിനേഷനൊക്കെ ആയിരുന്നു. ഞാൻ കഴിച്ചു ഓൾറെഡി, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നല്ല ടേസ്റ്റ് ഉണ്ടെന്ന്. തട്ടുകട സ്റ്റൈൽ ചിക്കൻ ഫ്രൈ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. യെസ്. അപ്പോൾ നമ്മളിവിടെ വെള്ളമൊക്കെ ഒഴിച്ചു, ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലോട്ട് ഇപ്പോൾ എന്തെങ്കിലും ആഡ് ചെയ്യുമോ വേറെ എക്സ്ട്രാ? നമുക്ക് സവോള ഉള്ള കഷ്ണങ്ങൾ ആഡ് ചെയ്യണമല്ലോ. നമ്മൾ അരിഞ്ഞ് വെച്ച കായ മട്ടണിലേക്ക് ഇടുകയാണ്. മട്ടനും മസാലയും കൂടിയിട്ട് നമ്മൾ പാത്രത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കായ ഇടണം. അതെ, നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ച നേന്ത്രക്കായാണ്. നമ്മൾ പറഞ്ഞല്ലോ സ്റ്റാർട്ടിങ്ങിൽ, കായ ഇട്ടിട്ടാണ് നമ്മൾ മട്ടൻ കറി പ്രിപ്പയർ ചെയ്യണേ. അപ്പോൾ കായും നമ്മൾ അതിൻ്റെ കൂടെ ഇട്ടു. ഇനി ബാക്കി ഇൻഗ്രീഡിയൻസ് എല്ലാം അവിടെ ഉണ്ട്. സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്. സവാള മീഡിയം സൈസ് എത്ര സവാള എടുത്തു? രണ്ട് സവാള സൈസ്. ഒരു 5 തൊട്ട് 6 പച്ചമുളക്. 10 വെള്ളുള്ളി. ഒരു 10 വെളുത്തുള്ളി നെടുകെ കീറിയത്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞത്. ഇതെല്ലാം ചേർത്ത് നമ്മൾ നന്നായി ഇളക്കി യോജിപ്പിക്കുക. ലാസ്റ്റായിട്ട് നമ്മുടെ ആവശ്യത്തിന് പാകത്തിന് ഉപ്പിടാം. വലിയ കഷ്ണങ്ങളായിട്ടാണ് നമ്മൾ അരിഞ്ഞിട്ടുള്ളത്. നമ്മൾ ചിക്കനിലോട്ട് അരിയുന്ന പോലെ അല്ല, അത്യാവശ്യം വലിയ കഷ്ണങ്ങളായിട്ട് തക്കാളി അരിഞ്ഞിരിക്കും. അതെ, വലിയ കഷ്ണങ്ങളായിട്ടാണ് അരിഞ്ഞിരിക്കുന്നത്. ആവശ്യത്തിലുള്ള ഉപ്പ് ചേർക്കുകയാണ്. ഉപ്പോടെ എല്ലാവർക്കും കുറച്ച് മതി, അതുകൊണ്ട് ഞാൻ ആദ്യം കുറച്ച് ചേർക്കുന്നുള്ളൂ. അതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ നോക്കിയിട്ട് ചേർക്കും. ഓക്കെ. അപ്പോൾ നമ്മൾ ഉരുളിയാണ് എടുത്തിട്ടുള്ളത്. ഉരുളിയിലാണ് നമ്മൾ വെച്ചത്. കായ അത്യാവശ്യം 1 കിലോ ഉണ്ട് അല്ലേ? അതെ അതെ അതെ, 1 കിലോ കായ ഉണ്ട്. ഇത് കുറച്ച് ഗ്രേവിയിലാണ് വെക്കണം. എനിക്ക് ഇഷ്ടമുള്ളതാണ് കേട്ടോ അമ്മ 1 കിലോ കായൊക്കെ ഇടുന്നത്. കായ ഇഷ്ടമില്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യാം, അല്ലെങ്കിൽ കുറച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് അതിലേക്ക് ചെറിയ ഉള്ളി മൂപ്പിച്ചിടണം. ചെറിയ ഉള്ളി നേരാക്കാൻ ഞാൻ നമുക്ക് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ഒരു സ്റ്റേജിൽ കറിയിലോട്ട് കുറച്ച് വേപ്പലയും കൂടി ഇടുന്നുണ്ട്. അപ്പൊ വേപ്പല ഇട്ടത് കാണിക്കാൻ നമ്മൾ ശരിക്കും വിട്ടുപോയതാണ്. അപ്പൊ അമ്മ ഇപ്പൊ പോയി വേപ്പല പറിച്ചിട്ട് വന്നു. നമ്മുടെ വീട്ടിൽ തന്നെ വേപ്പലയാണ്. അപ്പോൾ ആവശ്യത്തിലധികം കുറച്ചധികം വേപ്പല ഇടുന്നുണ്ട്. എനിക്ക് വേപ്പിലയുടെ ഫ്ലേവർ ഭയങ്കര ഇഷ്ടമാണ് ചിക്കൻ മട്ടനിലൊക്കെ. മട്ടൻ നന്നായി തിളച്ച് വരുന്നുണ്ട്. അപ്പം നമ്മൾ കുറച്ചും കൂടി ഉപ്പ് ഇതിലോട്ട് ആഡ് ചെയ്യാണ്.
കുറച്ചും കൂടി നമ്മൾ പൊടിയിട്ട് ഇതിൽ ആഡ് ചെയ്യണം. അതെ. അപ്പോൾ ഓൾമോസ്റ്റ് ആയില്ലമ്മ. ആയി കായൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇത് നമുക്ക് കുറച്ച് നേരം കൂടി കഴിഞ്ഞിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മട്ടൻ കായ കറി ഇസ് റെഡി. കഴിക്കേണ്ട ആവശ്യമില്ല. സ്മെല്ല് വരുമ്പോൾ തന്നെ, ആ സ്റ്റീമിൻ്റെ സ്മെല്ല് വരുമ്പോൾ തന്നെ എനിക്കറിയാം എത്ര യമ്മിയാണെന്ന്. അപ്പോൾ നമ്മുടെ ഈ ഒരു റെസിപ്പി മട്ടനൊക്കെ ഇഷ്ടമുള്ളവർ ട്രൈ ചെയ്യാത്തവർ മസ്റ്റ് ട്രൈ ചെയ്യണ്ട അമ്മ. ട്രൈ ചെയ്യണം. കണ്ടില്ലേ, കണ്ടറിയുന്നില്ലേ, കഴിക്കാൻ തോന്നില്ലേ? കുറച്ച് ചോറ് എടുത്തിട്ട് മട്ടൻ കറി കഴിച്ചു നോക്കൂ, നല്ല ടേസ്റ്റ് ആയിരിക്കും. യെസ്, ഓക്കെ. അപ്പം അമ്മയുടെയും മട്ടൻ കറി ഒക്കെ നമ്മുടെ ഈ വ്ളോഗൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മസ്റ്റായിട്ടും ലൈക്ക് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ അമ്മയെ കൊണ്ട് ഞാൻ വേറെ ഒരുപാട് കുക്കിംഗ് റെസിപ്പീസായിട്ട് ഞങ്ങൾ വരുന്നുണ്ടായിരിക്കും. സ്പെഷ്യൽ തൃശ്ശൂർക്കാരുടെ ഇടിച്ചക്കത്തോരനുണ്ട്. ഇടിച്ചക്കത്തോരൻ എൻ്റെ ഫേവറേറ്റ്. യെസ്, അപ്പോൾ അതൊക്കെ നമുക്ക് ഇന്നുണ്ട്. ഇടിച്ചക്കത്തോരനും ചിക്കൻ ഫ്രൈ ഒക്കെ ഉണ്ട്. നമ്മുടെ ചിക്കൻ ഫ്രൈ ഞാൻ കാണിക്കാം. യെസ്, ഇതാണ് ചിക്കൻ ഫ്രൈ, തട്ടുകട സ്റ്റൈൽ ചിക്കൻ ഫ്രൈ, which is so crispy and yummy. Yeah. ഓക്കെ, അപ്പോൾ നമ്മുടെ മട്ടനും റെഡിയായി, ഓഫ് ചെയ്യാറായി. നമ്മൾ കഴിക്കുമ്പോൾ കാണിക്കാം. നമ്മൾ അവസാനമായിട്ട് ഇതിൽ കുറച്ച് മല്ലിയില കൂടി, നമ്മൾ മല്ലിയിലയും കൂടി ഇട്ടിട്ടാണ് ഇത് ഫിനിഷ് ചെയ്യുന്നത്. അപ്പോൾ മല്ലിയിലയുടെ ഒരു ഫ്ലേവർ മട്ടനിൽ വരുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. യെസ്, അപ്പോൾ നമ്മൾ മല്ലിയിലയും കൂടി ലാസ്റ്റ് സെർവ് ചെയ്യുന്ന സമയത്താണ് ഇട്ടിട്ടുള്ളത്. നമുക്ക് സർവിംഗ് ഡിഷിലേക്ക് കുറച്ച് മാറ്റാം. അപ്പം നമ്മൾ ഇതേ ഫുഡ് കഴിക്കാനിരുന്നു. നമ്മൾ ഇന്ന് സ്പെഷ്യൽ അമ്മയുടെ കായ മട്ടൻ കറി, ചിക്കൻ ഫ്രൈ, പിന്നെ നമ്മുടെ ചക്കത്തോരൻ, പിന്നെ നമുക്ക് ക്യാബേജ് ഉപ്പേരി, ക്യാബേജ് ഉണ്ട്, അതെ, പപ്പടം, ഫിഷ് അല്ല, ചിക്കൻ, പിന്നെ നമ്മുടെ അച്ചാറ്, മാങ്ങച്ചാറും ഉണ്ട്, പിന്നെ നമ്മുടെ ലൂബിക്ക അച്ചാറും ഉണ്ട്. ലൂബിക്ക അർജുന്റെ അമ്മ തന്നയച്ചിട്ടുണ്ടായിരുന്നാണ്. ഓക്കെ, അപ്പൊ നമ്മള് എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡാഡിയും അർജുനും പിന്നെ അമ്മയും ഞാനും 4 പേരാണ് ഉള്ളത്. സോ അത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു കുട്ടി വ്ളോഗ്. അപ്പൊ നമ്മുടെ മട്ടൻ ഈ ഒരു കറി വ്ളോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. യെസ്, കമന്റ് ചെയ്യണം എല്ലാവരും എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത്. മട്ടൺ റെസിപ്പി ആരെയും ട്രൈ ചെയ്യുന്നുണ്ടെങ്കിലും ഷുവർ ആയിട്ടും കമന്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ അത്രേ ഉള്ളൂ. വി ആർ സൈനിങ് ഓഫ്. അണ്ടിൽ നെക്സ്റ്റ് ടൈം, ബൈ.